കപ്പദോച്യയിലെ പുണ്യാത്മാവ്. ഭക്തിസാന്ദ്രവും മനോഹരവുമായ സംഗീത ആൽബം രാഗസുധ. ജോർജ് ജോസഫ് ആരിക്കാപ്പിള്ളിൽ, സനു ജോർജ് തുടങ്ങിയവർക്ക് അകൈതവുമായ അനുമോദനങ്ങൾ. പുണ്യാത്മാവ് വിശുദ്ധ ഗീവർഗീസ് തന്നെ. വിശുദ്ധ ഗീവർഗീസ് സഹത. സഹത രക്തസാക്ഷി എന്നർത്ഥം. വിശ്വസനീയമായ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ഇതിഹാസതുല്യ ജീവചരിത്രം. ധീരപടയാളിയായിരുന്നു. റോമാ ചക്രവർത്തി ഡയക്ലീഷ്യൻ്റെ കീഴിൽ സൈന്യത്തിലെ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലാത്തവരെ കൊടും ക്രൂരതകളിലൂടെ വധിച്ച് ചക്രവർത്തി സായുജ്യമടയുന്നു. ക്രിസ്തത്വം 303 ഡയക്ലീഷ്യൻ്റെ മതമർദ്ദനത്തിൽ സൈന്യാധിപൻ ഗീവർഗീസിനും ശിരച്ഛേദനത്തിലൂടെ രക്തസാക്ഷി മകുടം കൈവരുന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ വീരചരിതത്തിന് വീണ്ടും വീര്യം പകരുന്നതാണ് ഉഗ്രസർപ്പത്തിൻ്റെ വധം. വിഷത്തീ തുപ്പുന്ന തീവ്ര ചിറകുള്ള അഗ്നിസമാനമായ ഭീകര ഇഴജന്തു സീലേൻ നഗരവാസികളുടെ പേടി സ്വപ്നമായിരുന്നു. ഉഗ്രസർപ്പത്തിന് അനുദിനം ആട്ടിൻ ധ്വജങ്ങളെ നൽകി നഗരത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. ആടുകൾ തികയാതെ വന്നപ്പോൾ കുറിവീഴുന്ന മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വന്ന കലികാലം. സാക്ഷാൽ രാജപുത്രിക്ക് തന്നെ ഒരു നാൾ നറുക്കു വീഴുന്നു. അശ്വാരൂഢനായി സീലോനിലെത്തിയ ഗീവർഗീസ് ഗുഹാമുഖത്ത് തന്നെ വിഴുങ്ങുവാൻ ഉഗ്രമൂർത്തിയായ സർപ്പത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ച് പേടിച്ചരണ്ടു നിൽക്കുന്ന രാജകുമാരിയെ കാണുന്നു. ഭീതി വിതച്ച് ഭീകരസത്വം വാപിളർന്ന് എത്തിക്കഴിഞ്ഞു. അജയ്യനായ ഗീവർഗീസിലെ അചഞ്ചല പടയാളി സടകുടഞ്ഞെഴുന്നേറ്റു. കുതിരപ്പുറത്തിരുന്നു തന്നെ തൻ്റെ മൂർച്ചയേറിയ കുന്തമുന സർപ്പസത്വത്തിൻ്റെ വായിലൂടെ കുത്തിയിറക്കി അതിനെ വകവരുത്തുന്നു. രാജകുമാരിയെയും നഗരത്തെയും രക്ഷിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് വണക്കം 4-ാം നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചു. പോർമുഖത്ത് യോദ്ധാക്കൾ ശത്രുസംഹാര കരുത്തിനായി വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ മാധ്യസ്ഥത തേടുന്നു. രോഗദുരിത ക്ലേശങ്ങളിൽ ഭക്തർക്ക് സഹത സമീപസ്ഥനാണ്. പുണ്യാത്മൻ ഗീവർഗീസ് വഴിയുള്ള അർത്ഥനകൾ വ്യർത്ഥമാകില്ലെന്ന് സർവേശ്വരൻ മുദ്രകുത്തുന്നു. കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ് സഭകളിൽ മാത്രമല്ല ഇതര മതങ്ങളിലും സഹതായുടെ സാന്നിധ്യശക്തി തേടി നേർച്ച കാഴ്ചകളുമായി എത്തുന്നവരുണ്ട്. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാൽ നിർമ്മിതമായ പലസ്തീനായിലെ ലിദ്ദയിലുള്ള വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയം തന്നെ ഇതിന് മകുടോദാഹരണം. കേരളത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുക ഏപ്രിൽ 23-നാണ്. ഭക്തർ ഒഴുകിയെത്തുന്ന വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ നാമത്തിലുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചിലതാണ് അരുവിത്തുറ, പുതുപ്പള്ളി, മുതലക്കോടം, ഇടപ്പള്ളി, ഇടത്തുവ തുടങ്ങിയവ. തൻ്റെ ഭക്തരോട് ചേർന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രാർത്ഥനാ മധ്യസ്ഥത നമുക്കും യാചിക്കാം. സദാപി സദ്വരദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന സർവേശ്വര സന്നിധിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹതായെ ഞങ്ങളോട് ചേർന്ന് സ്തോത്ര സങ്കീർത്തനം ആലപിക്കൂ. അനുദിന ക്ലേശങ്ങളിൽ ഞങ്ങൾ ഉഴലുമ്പോൾ ഇഹത്തിലെ ശത്രുദംശനങ്ങളിൽ നിന്ന് രക്ഷിച്ച് വഴിതെളിച്ച് ആനന്ദഭരിതരാക്കണമേ. ഐഹിക തീർത്ഥാടന സമാപനത്തിൽ നിന്നോടൊപ്പം സ്വർഗപ്രവേശിതരായി സച്ചിദാനന്ദ സ്വരൂപനെ സദാ സ്തുതിക്കുവാൻ വിശുദ്ധ ഗീവർഗീസ് സഹതായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.